ഇപ്പോൾ ലഭിച്ച വാർത്തയിലേക്ക് ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതിയായ നീരവ് മോദി അറസ്റ്റിലായിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, നിരവധി തട്ടിപ്പുകൾക്ക് ശേഷം രാജ്യം വിട്ട നീരവ് മോദി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. എവിടെ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്? വിശദാംശങ്ങൾ. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുന്നെയാണ് നീരവ് മോദിയെ അറസ്റ്റ് ചെയ്തെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറന്റ് കഴിഞ്ഞ ദിവസം തന്നെ കോടതി പുറപ്പെടുവിച്ചത്. ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്റർ കോടതിയാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ ഏതാനും സമയത്തകം തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. ഏതായാലും ഹാജരായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടാൻ സാധ്യത ഉണ്ടെന്നുള്ള വാർത്തകളാണ് അങ്ങനെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പേ ഇന്ത്യയിൽ നിന്ന് പണം വായ്പയെടുത്ത് തന്നെ അടയ്ക്കാതെ രാജ്യം വിട്ട വിവാദ മദ്യ വ്യവസായി വിജയ് മല്യയ്ക്ക് ജാമ്യം ലഭിച്ചു. അദ്ദേഹത്തിന് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു കോടതി. ആ സമയത്ത് തന്നെ അദ്ദേഹം കോടതി ഹാജരാവുകയും അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നീരവ് മോദിക്കും ജാമ്യം ലഭിക്കാനുള്ള സാധ്യത ഏറെ കൂടുതലുണ്ടെന്നാണ് അഭിഭാഷക വൃത്തങ്ങൾ നമുക്ക് ലഭിക്കുന്ന സൂചന. നിലവിലെ പക്ഷേ എന്തായാലും അദ്ദേഹത്തെ അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും. വെസ്റ്റ്മിൻസ്റ്റർ കോടതിയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് വാറന്റ് പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു ദേശീയ മാധ്യമം അദ്ദേഹം വളരെ വിലപിടിപ്പുള്ള കൂട്ടുവിട്ടുകൊണ്ട് തന്നെ ലണ്ടൻ നഗരത്തിലൂടെ നടന്നു പോകുന്നു, സുഖമായി ജീവിക്കുന്നു എന്നുള്ള സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുള്ള വീഡിയോ ക്ലിപ്പുകൾ പുറത്തുവിട്ടിരുന്നു. അതിനെ തുടർന്ന് തന്നെ കേന്ദ്ര സർക്കാർ വളരെ വലിയ പ്രഷർ ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു. കാരണം ഈ വിഷയത്തിൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായിട്ടുള്ള വിശദീകരണം ലണ്ടനിൽ നൽകിയിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഈ നടപടിയിലേക്ക് രാജ്യം വിട്ടുപോകുന്നു. 14,000 കോടി രൂപയോളം പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് തട്ടിപ്പ് നടത്തിയാണ് അദ്ദേഹം രാജ്യം വിട്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഇന്ത്യക്ക് വിട്ടുതരണം, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആവശ്യങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ വളരെ വളരെ വിശദമായ രീതിയിൽ തന്നെ ലണ്ടനെ അറിയിച്ചിരുന്നു. അതിന് പുറമെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അവിടെ വെസ്റ്റ്മിൻസ്റ്റർ കോടതി വിശദമായ വിശദീകരണം ഈ വിഷയം നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും മോദിയെ വിട്ടുകിട്ടുമെന്ന ഇന്ത്യയുടെ അഭ്യർത്ഥനയിലാണ് എന്തായാലും ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. 17 മാസത്തിന് ശേഷമാണ് അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും. നിലവിൽ തന്നെ അദ്ദേഹത്തെ അല്പസമയം കോടതിയിൽ ഹാജരാക്കും. ഹരീഷ്, അതേസമയം മോദിയെ വിട്ടുകിട്ടണമെന്ന് ഇന്ത്യ ബ്രിട്ടനോട് വളരെ നാളായി ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിന്റെ സമ്മർദ്ദവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇയാൾ അറസ്റ്റിലാകുന്ന സാഹചര്യത്തിൽ, കുറച്ച് മിനിറ്റുകൾക്ക് മുൻപേ ഇയാൾ അറസ്റ്റിലായ സാഹചര്യത്തിൽ ഇനിയുള്ള നടപടികൾ ഏതു തരത്തിലായിരിക്കും? അതിന്റെ കൂടി വിശദാംശങ്ങൾ. നിലവിൽ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷെ അങ്ങനെ അദ്ദേഹം ഹാജരാക്കി കഴിഞ്ഞാലും കോടതി അദ്ദേഹം ജാമ്യം അനുവദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം വിജയമല്യയുടെ കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ അതിനെ വിശദീകരിക്കുന്നത്. അഭിഭാഷക വൃത്തങ്ങൾ നൽകുന്ന സൂചനയും അതിന്റെ അങ്ങനെ തന്നെയാണ്. കാരണം എന്തായാലും ജാമ്യം ലഭിക്കാനുള്ള വകുപ്പുകളുണ്ട് എന്നൊരു ന്യായമായ ഒരു വശം ഈ വിഷയത്തിൽ ഉണ്ടെന്നാണ് ഈ കോടതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. ഓഗസ്റ്റ് 2018 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീരവ് മോദിയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ലണ്ടൻ കോടതിക്ക് മുമ്പാകെ വെച്ചത്. അതിനുശേഷം തന്നെ വളരെ വലിയ രീതിയിലുള്ള ആഭ്യന്തരമായി തന്നെ ഈ വിഷയത്തിൽ ഈ കേന്ദ്ര സർക്കാർ ബന്ധപ്പെട്ടിരുന്നു. കാരണം അദ്ദേഹത്തെ വിട്ടു നൽകണം. കാരണം 14,000 കോടി രൂപയുടെ തട്ടിപ്പാണ്. കാരണം ഇന്ത്യയിലെ ബാങ്കിൽ വളരെ വലിയ രീതിയിൽ തന്നെ ബാങ്കുകൾക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിരുന്നു. കാരണം പല ബാങ്കുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ അമ്മാവൻ എന്ന് പറയുന്ന വ്യക്തിയും പല തട്ടിപ്പ് നടത്തിയിരുന്നു. അതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വിട്ടു നൽകണമെന്ന ആവശ്യമായി മുന്നോട്ട് പോയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ നടപടി ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ടെലിഗ്രാഫ് എന്ന ദിനപത്രത്തിന്റെ ഒരു ലേഖനായിരുന്നു ഈ വിഷയത്തിൽ ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടത്. അന്ന് അദ്ദേഹം ധരിച്ചിരുന്ന കോട്ടിന്റെ വില വളരെ വലുതാണ്. 10 ലക്ഷം രൂപയുടെ വിലയുള്ള കോട്ട് ധരിച്ച് സുഖമായി തന്നെ ലണ്ടൻ നഗരത്തിലൂടെ അദ്ദേഹം നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളായിരുന്നു അന്ന് പുറത്തു വന്നത്. അതിനുശേഷം തന്നെ അദ്ദേഹത്തെ ഇന്ത്യയിൽ തിരിച്ചെത്തിക്കാനുള്ള ഒരു വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രഷർ ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു. കാരണം ഇതിന് പുറമെ തന്നെ ഇതിൽ വ്യക്തമായ രാഷ്ട്രീയ വിഷയം കൂടി. കാരണം നിലവിൽ തന്നെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കാൻ വേണ്ടി പോകുന്നു. ആ സാഹചര്യം കൂടി കണക്കിലെടുത്ത് നോക്കുമ്പോൾ BJP സർക്കാരിനെ പറയാൻ വേണ്ടിയുള്ള, മോദി സർക്കാരിന് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. കാരണം മോദി സർക്കാരിന്റെ കാലത്താണ് ഇവരെല്ലാവരും തന്നെ ഇന്ത്യ വിട്ടു പോകുന്നത്. ഇത്രയും രൂപ വായ്പ എടുക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ തൊട്ടുപിറകെ രാജ്യം വിടുന്നു. അത് 1-2 പേരുകളുള്ള നിരവധി പേരാണ് ഇങ്ങനെ രാജ്യം വിട്ടു പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാം തിരിച്ച് ഇന്ത്യയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയം കൂടി ഈ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനൊരു വളരെ വലിയ രീതിയിലുള്ള പ്രഷർ ഈ വിഷയത്തിൽ ചുമത്തിയതും. കാരണം നാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഈ വിഷയത്തിൽ വോട്ടുകൾ അത് ഇങ്ങനെ പോയ ആൾക്കാരെ തിരിച്ചെത്തിച്ചു മോദി സർക്കാർ എത്തിച്ചു എന്നതിന് വളരെ വലിയ വാർത്തകൾ നൽകാൻ വേണ്ടി മോദി സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. കാരണം ഈ വിഷയം കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത് മോദി സർക്കാർ എല്ലാം തന്നെ ഇങ്ങനെയുള്ള ഈ കുറ്റവാളികൾക്കൊപ്പം തന്നെ നിൽക്കുന്ന അദ്ദേഹത്തിന് വേണ്ടി അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു, ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ നൽകുന്നതെല്ലാം തന്നെ മോദി സർക്കാരാണ്. ഈ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തിരിച്ചെങ്ങനെ ഇന്ത്യയിൽ എത്തിക്കും
പിടിക്കുക, അതെല്ലാം തന്നെ ഒരു വോട്ടാക്കി മാറ്റുക എന്ന ലക്ഷ്യം BJPക്ക് ഈ വിഷയത്തിൽ തന്നെ ഉണ്ട് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും അദ്ദേഹത്തെ അല്പസമയത്തിനും കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം അദ്ദേഹം ജാമ്യം ലഭിക്കുമ്പോൾ അതിന്റെ കൂടുതൽ നടപടികളെല്ലാം തന്നെ കുറച്ച് സമയത്തിന് അറിയാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞ ദിവസമാണ്, കാരണം മാർച്ച് മാസം 19-ാം തീയതിയോ മാർച്ച് മാസം 18-ാം തീയതിയാണ് അദ്ദേഹത്തിന് അറസ്റ്റ് വാറണ്ട് കോടതി പുറപ്പെടുവിച്ചത്. ലണ്ടനിലെ വെസ്റ്റ്മിനിസ്റ്റർ കോടതിയാണ് അദ്ദേഹത്തിന് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. അടുത്ത ഏത് ദിവസവും നീരവ് മോദി അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാമെന്നുള്ള വാർത്തകളും വന്നിരുന്നു. എന്തായാലും അദ്ദേഹത്തെ ഇന്ന് ഏകദേശം 3 മണിയോട് കൂടി തന്നെ അദ്ദേഹത്തെ എന്തായാലും ലണ്ടനിൽ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്റ്റീന. ഹരീഷ്, ഈ ഒരു വിഷയത്തിൽ ബ്രിട്ടൻ തീർച്ചയായും സമ്മർദ്ദമുണ്ടായിരുന്നു ഇയാളെ വിട്ടുകിട്ടണമെന്ന ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഇന്ന് ഇയാളെ വെസ്റ്റ്മിനിസ്റ്റർ കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കുമോ എപ്പോഴാവും ഇയാളെ ഇന്ത്യയിലേക്ക് വിട്ടുകിട്ടുക എന്ന കാര്യത്തിലൊക്കെ ഒരു അന്തിമ തീരുമാനമുണ്ടാവുക? കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകാനാണ് സാധ്യത കൂടുതൽ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിജയ് മല്യ കേസ് വെച്ച് നോക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ജാമ്യം നൽകും. അദ്ദേഹം അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഈ പറയുന്ന ബാങ്കിൽ നിന്ന് എടുത്ത തുക തിരിച്ചടയ്ക്കാമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നവ. അദ്ദേഹം അങ്ങനെ ഒരു ആവശ്യം കോടതി മുമ്പാകെ വെക്കുകയാണെങ്കിൽ എല്ലാ തുകയും ഇത് പറയുന്ന പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് തട്ടിച്ച 44,000 കോടി രൂപയോളം തന്നെ തിരിച്ചടയ്ക്കാൻ താൻ തയ്യാറാണെന്നുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഉടനെ ജാമ്യം നൽകുമ്പോൾ അതിന്റെ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. കാരണം വിജയ് മല്യയുടെ കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതേ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വിജയ് മല്യ അവിടെയുള്ള നമ്മുടെ ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങളിലെ ഏജൻസികൾ അവിടെ ഉണ്ട്. അവരോട് പറഞ്ഞ കാര്യങ്ങൾ, അവരോട് വ്യക്തമാക്കിയ കാര്യങ്ങൾ എത്ര തുകയാണെങ്കിലും അത് അടയ്ക്കാൻ തയ്യാറാണ്. 100% തുകയും താൻ തിരിച്ചടയ്ക്കാമെന്നെല്ലാം വിജയ് മല്യ വ്യക്തമാക്കിയിരുന്നു. അതേ ഒരു നിലപാട് നീരവ് മോദി കൂടി സ്വീകരിക്കുകയാണെങ്കിൽ കോടതി അദ്ദേഹത്തോട് ജാമ്യം നൽകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇന്ത്യക്ക് മൊത്തം പണം തിരിച്ചടയ്ക്കും എന്നുള്ള വാർത്തകളും വരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ അദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം തന്നെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അദ്ദേഹം ഇനി കോടതി അദ്ദേഹത്തിന്റെ അഭിഭാഷകർ എല്ലാം തന്നെ എന്ത് നിലപാട് സ്വീകരിക്കും, അദ്ദേഹത്തിന് വേണ്ടി എന്താണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ഇന്ത്യ വളരെ വലിയ രീതിയിൽ തന്നെ പ്രഷർ ഈ വിഷയത്തിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ലണ്ടന് മേൽ. കാരണം അത് രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രഷർ ചെലുത്തിയിരുന്നതും അങ്ങനെയുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നീരവ് മോദിയെ വിട്ടുകിട്ടണമെന്ന ആവശ്യം ഇന്ത്യ ശക്തമാക്കിയിട്ടുണ്ട്. കാരണം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ തന്നെ അത് വളരെ രീതിയിൽ തന്നെ ഒരു അനുകൂല നിലപാട് മോദിക്ക് ഉണ്ടാക്കും. അത് മോദി തരംഗമായി മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് മോദി എല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വിട്ടുകിട്ടണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 2018 വെസ്റ്റ്മിനിസ്റ്റർ കോടതി വെച്ച റിപ്പോർട്ട് പ്രകാരം നോക്കുമ്പോൾ അദ്ദേഹം ഇത്രയും രൂപ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം രാജ്യം വിട്ടത്. അതെല്ലാം തന്നെ വെസ്റ്റ്മിനിസ്റ്റർ കോടതിക്ക് മനസ്സിലാവുകയും കോടതി ആ കാര്യങ്ങളിൽ തന്നെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസത്തോടു കൂടി തന്നെ അദ്ദേഹത്തിന്റെ വാറണ്ട് പുറപ്പെടുവിച്ചതും. പക്ഷേ കഴിഞ്ഞ ദിവസത്തോടു കൂടി തന്നെ അദ്ദേഹം അറസ്റ്റിലായി ആവുമെന്നുള്ള വാർത്തകൾ വന്നു. പക്ഷേ അതിന് 3 മണിയോട് കൂടി തന്നെ ഇപ്പോഴാണ് ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതായാലും ഉടനെ തന്നെ കോടതി ഹാജരാക്കും. വ്യക്തമാണ് ഹരീഷ്. വിവാദ വ്യവസായി നീരവ് മോദി ലണ്ടനിൽ അറസ്റ്റിലായിരിക്കുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് 13,500 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയാണ് വജ്ര വ്യാപാരിയായ നീരവ് മോദി ലണ്ടനിലേക്ക് കടന്നത്. രാജ്യം വിട്ട് 17 മാസത്തിനു ശേഷമാണ് നീരവ് അറസ്റ്റിലാകുന്നത്. വിശദാംശങ്ങൾ നൽകിയത് ഹരീഷാണ്.